എന്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് എന്റെ മോളെടുത്ത് വിളിച്ചിട്ട് ഈ പുള്ളിക്കാരനെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ആരോടെ പോയി ജീവിച്ചാൽ ഇയാൾക്ക് എന്താ ഇയാള് നല്ലതായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വേറൊരു ആളോട് പോകേണ്ട ഒരാവശ്യമില്ല. അന്ന് 2 ദിവസം ശനി ഞായറും എന്നോട് വന്ന് നിൽക്കുന്നത്. ഇപ്പം ഈ കേൾക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പുണ്യാളത്തി, ഞാൻ പരിശുദ്ധ, ഞാൻ പരിശുദ്ധയായ ഒരു ഭാര്യയായിരുന്നു എന്നാണ് സജിന പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഭർത്താവിനെ മാത്രം സ്നേഹിച്ച് ഭർത്താവിൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരമ്മയും ഒരു ഭാര്യയും. ഈ പണ്ടൊരു പാട്ടുണ്ടായിരുന്നല്ലോ, പൂമുഖവാതിക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അപ്പം അങ്ങനെ ഒരു ഭാര്യയായിരുന്നു ഈ ഭാര്യ എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ ഒരു കഥ നേരത്തെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ തന്നെ ചാനലിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ ഭർത്താവിന് 17 വയസ്സുള്ള മകളുടെ പ്രായം പോലും ഇല്ലാത്തൊരു കുട്ടിയായിട്ട് ഇതുപോലെ മറ്റൊരു റിലേഷൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അയാൾ. അത്രയ്ക്ക് മോശമായിരുന്നു, ഭാര്യയെ സ്നേഹിക്കാത്ത, ഭാര്യയെ ചതിക്കുന്ന അത്രയ്ക്കും വൃത്തികെട്ട ഒരു ഭർത്താവായിട്ട് നേരത്തെ ഫിറോസിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇവർക്ക് കട്ട സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഭർത്താവിൻ്റെ അവിഹിതം ഒരു ഭാര്യ കാണുമ്പോൾ തളർന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ ഞാനും ഘോരം പറയുന്നുണ്ടായിരുന്നു. അത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും അതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നത് കൊണ്ടുമാണ് ഞാൻ അന്ന് അത്രയധികം സപ്പോർട്ട് കൊടുത്തത്. പക്ഷേ എൻ്റെ മക്കളെ, പിന്നീട് ഈ പറഞ്ഞ ഫിറോസ് കുറച്ച് ലീലാവിലാസങ്ങൾ ഇങ്ങോട്ട് പുറത്ത് വിട്ടായിരുന്നു. അതിൽ ഞാൻ കംപ്ലീറ്റ് ഫ്ലാറ്റായിപ്പോയി ഗൈസ്, കംപ്ലീറ്റ് ഫ്ലാറ്റായിപ്പോയി. ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, കൊടുത്ത സപ്പോർട്ടൊക്കെ വേസ്റ്റായിപ്പോയി എന്നൊക്കെ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇത്രയധികം തന്നെ നാണം കെടുത്തി തൻ്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഫിറോസിനെതിരെ വീണ്ടും കുറച്ച് ആരോപണങ്ങളുമായിട്ട് നമ്മുടെ സജ്ന നൂർ വന്നിട്ടുണ്ട്. 2 ദിവസം ശനി ഞായറും എന്നോട് വന്ന് നിൽക്കുന്നത്. ശനി ഞായറും വന്ന് നിൽക്കുമ്പോൾ പഠിപ്പിക്കുന്നതിന്റെ പേരും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചിരുത്തിയിട്ട് അതായത് ഈ കുട്ടിയെ വിളിച്ചോണ്ട് 16-17 വയസ്സുള്ള കുഞ്ഞിനെയാണ് വിളിച്ചോണ്ട്. സ്വന്തം മോക്ക് 17 വയസ്സേ ഉള്ളൂ ചേട്ടാ. എത്ര വർഷം മുമ്പ്? പ്രായപൂർത്തിയാകാത്ത സമയത്താണ് ഹോട്ടലിൽ ഈ കൊച്ചിനെ കൊണ്ടുപോയി എന്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പിഴച്ചവളായിട്ട് ജീവിച്ചേനെ. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നല്ലോ, അവരില്ലായിരുന്നെങ്കിൽ ഞാൻ പിഴച്ചവളായിട്ട് ജീവിച്ചേനെന്ന്. അപ്പം ഈ പുറത്ത് വന്ന കഥകളും ഈ ഫിറോസുമായിട്ടുള്ള കാര്യങ്ങൾ റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുൽസിതങ്ങളൊക്കെ കുറച്ച് വോയിസൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കുലസ്ത്രീയുടെ ഒരു പട്ടമായിരിക്കും അല്ലേ? പേഴ്ചവളൊന്നും അല്ല, കുലസ്ത്രീയാണ്. കുലസ്ത്രീകൾ ചെയ്യുന്ന കാര്യമാണല്ലോ ചെയ്തത്. ഭാര്യ ഉള്ളപ്പം അയാളുടെ വീട്ടിൽ പോവുക, ഭാര്യയുടെ സാന്നിധ്യത്തിൽ ഭാര്യ വീട്ടിലുള്ളപ്പോൾ തന്നെ അയാളോട് തന്നെ എനിക്ക് വേണം, നിങ്ങളെ എനിക്ക് വേണം, നിങ്ങളിലൊരു കുഞ്ഞിനെ എനിക്ക് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പല കാര്യങ്ങളും അവിടെ വെച്ച് തന്നെ ചെയ്തത് കുലസ്ത്രീ ആയതുകൊണ്ടാണ്. സമ്മതിച്ചു. യാസന എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് AC റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. യാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറെ സാധനങ്ങൾ ചെയ്യുന്നു. ആൻമേരിയുടെ കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ആൻമേരിയ ഒരു സംഭവം ചെയ്തിട്ട് പ്രമുഖമായ ഒരു ഡയറക്ടറിനെ ഭീഷണിപ്പെടുത്തി ഫിറോസ് ഖാൻ പറഞ്ഞതാ. അവന് നാണമില്ലായിരുന്നു അന്ന്. ഞാൻ എന്തായാലും നാറി, എന്നാൽ എൻ്റെ കൂടെ നിന്നവരെ അങ്ങ് അടപടലം നാറ്റിച്ചേക്കാമെന്നാണ് ഇപ്പം ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും നാളും തുറന്നു പറയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മാനസാന്തരം വന്നിട്ടാണോ? പിന്നെന്താ, എന്നെ ഇത്രയും നാറ്റിച്ചില്ലേ, സമൂഹത്തിന് മുന്നിൽ എൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ചത് കൊണ്ടുവന്നില്ലേ. മാത്രമല്ല ഈ സുഹൃത്തുക്കൾക്കിടയിൽ മാത്രമുണ്ടായിരുന്ന ഈ വോയിസ് റെക്കോർഡുകൾ എങ്ങനെ തൻ്റെ ഭർത്താവ്, തൻ്റെ രണ്ടാമത്തെ ഭർത്താവായ ഫിറോസിൻ്റെ കയ്യിലെത്തി? അത് ഈ സുഹൃത്ത് വലയത്തിൽ നിന്നും പോയതാണല്ലോ. കാരണം ഇവരുടെ സുഹൃത്തുക്കളും അയാളുടെ സുഹൃത്തുക്കളും എല്ലാം ഒരു വലയത്തിലുള്ളവരാണ്. അപ്പോൾ ഇവർ ഇത്രയും സീക്രട്ടായിട്ടുള്ള പറഞ്ഞത് വോയിസ് ഉൾപ്പെടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ആ ഒരു അമർഷം, അതാണ് ഈ വീഡിയോയിൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഭർത്താവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ ഈ വോയിസ് റെക്കോർഡിംഗ്? എനിക്ക് എൻ്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളിയെ എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാള് എന്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അയ്യോ, എനിക്ക് കരച്ചിൽ വരുന്നു ഗൈസ്, കരച്ചിൽ വരുന്നു. അതെൻ്റെ ആരായിരുന്നു? എൻ്റെ ഭർത്താവാണോ, എൻ്റെ കാമുകനാണോ, എൻ്റെ അച്ഛനാണോ, എൻ്റെ സഹോദരനാണോ, ഇനി എൻ്റെ ദൈവമാണോ? ഓ, നാടകമേ ഉലകം. അപ്പോൾ അങ്ങനെ എന്തായാലും സജിനയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വോയിസിനകത്ത്, ഈ റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള വോയിസിനകത്ത് തന്നെ അയാളെ വിളിക്കാവുന്നതിലപ്പുറം വിളിച്ചു. അയാളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് പബ്ലിക്കിലേക്ക് ഇട്ടു. സത്യം പറഞ്ഞാൽ ഈ ആദ്യ ഭർത്താവിനെ മാത്രമല്ല കേട്ടോ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറിയത്, ഇപ്പം ഈ കാമുകനായിട്ടുള്ള ആളെയും വലിച്ചു കീറിയായിരുന്നു. കാരണം പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു ഫോട്ടോ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു, അതിനുശേഷം അത് ഹാക്ക് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് റിമൂവ് ചെയ്യുന്നു, അതിനുശേഷം കുറച്ച് നാടകങ്ങൾ. ഒരു മനുഷ്യന് ഇത്രയ്ക്കൊക്കെ നാടകങ്ങൾ ആടാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര വേഷങ്ങളാണ് ഇങ്ങനെ ആടി തീർക്കുന്നത്. അതിനൊരു കഴിവ് തന്നെ വേണം കേട്ടോ, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇത്രയധികം തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെ എല്ലാവരെയും കുരുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ദിയാസന എന്താ പറഞ്ഞ ലഹരി എന്തോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആൻമരിയ എനിക്കൊന്ന് അന്നമ്മ എന്ന് പറയുന്ന ആ ക്യാരക്ടറാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആൻമരിയെ കുറിച്ചിട്ടും കുറച്ച് ആരോപണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് ഒന്ന് കൊഴുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റസൂൽ പൂക്കുട്ടി സത്യം പറഞ്ഞാൽ അയാൾ പെടുകായിരുന്നു കേട്ടോ, അയാൾ ശരിക്കും പെടുത്തുകായിരുന്നു. അയാൾ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളാണ്, മക്കളെ സ്നേഹിക്കുന്ന ഒരാളാണ്, കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ അയാളെ ഭീഷണിപ്പെടുത്തുകയാണ്. അയാളെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അയാളോട് ഭാര്യ ഇത് അറിയിക്കണം, രഹസ്യ കാമുകിയിൽ തനിക്ക് കുട്ടിയുണ്ടായി, രഹസ്യ കാമുകിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടായി എന്ന് ചെന്ന് സ്വന്തം ഭാര്യയോട് പറയാൻ സജിന ആവശ്യപ്പെടുന്നു. നമ്മൾ നല്ല വ്യക്തമായിട്ട് കേട്ടതാണ് ഈ വോയിസൊക്കെ. അപ്പോൾ എത്രത്തോളം ഇവരുടെ മനസ്സിൻ്റെ ആ ഒരു വൈകൃതം നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, ഒരു രോഗിയാണ്. അവരുടെ മുന്നിൽ സ്വന്തം ഭർത്താവിൻ്റെ ലീലാവിലാസങ്ങൾ ചെന്ന് പറയുക, ലീലാവിലാസങ്ങളിൽ ഒരു കുഞ്ഞും കൂടി ജനിക്കാൻ പോവുകയാണ് എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്ന ആ ഒരു വോയിസ് നമ്മളൊക്കെ കേട്ടതാണ്. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ 3 കോടി രൂപ 3 CR വേണമെന്ന് പറയുന്ന വോയിസും വളരെ വ്യക്തമായിട്ട് നമ്മൾ കേട്ടതാണ്. ഇതിനെ ഹണി ട്രാപ്പ് എന്നൊക്കെ തന്നെയല്ലേ വിളിക്കേണ്ടത്? അപ്പോൾ പറയുന്നത് ഹണി ട്രാപ്പ് അല്ല. അയാൾ ചോദിക്കുന്നത് ഇതൊരു ഹണി ട്രാപ്പ് ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയ്യോ റസൂൽ പൂക്കുട്ടി എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ദൈവമാണോ, എൻ്റെ സഹോദരനാണോ, എൻ്റെ കാമുകനാണോ, എൻ്റെ കൂട്ടുകാരനാണോ, അങ്ങനെ പറയാൻ പറ്റാത്ത അത്ര ആത്മബന്ധമുള്ള ഒരാളാണ് വല്ലവൻ്റെയും ഭർത്താവ്. അവർ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവർ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, ബന്ധം പിരിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർ തമ്മിൽ കൂടിച്ചേരുന്നത് കൊണ്ടോ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ അതൊന്നും അല്ല. ഭാര്യ ജീവിച്ചിരിക്കെ, ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചിരിക്കെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് ആദ്യത്തേതിനകത്ത് ഇവരെ ആവശ്യപ്പെട്ടിട്ടാണ് ഒരു ഫിസിക്കലി ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ വോയിസിൽ വ്യക്തമാണ്. ഫിസിക്കലി ആ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തേത് ഇവർ പറഞ്ഞിട്ടാണെന്നും രണ്ടാമത്തേത് ഇവർ പറഞ്ഞിട്ടല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്തെ ആ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? കോടിക്കണക്കിന് രൂപയുടെ ഉടമസ്ഥനാണ് ഈ റസൂൽ പൂക്കുട്ടി. പിന്നെ അയാളിൽ നിന്നൊരു കുട്ടി ഉണ്ടായാൽ നേട്ടമാർക്കാണ്. അങ്ങനെ ബലമായിട്ട് അയാളെ പെടുത്തി ഉണ്ടാക്കിയ കുട്ടി അബോർട്ടായിപ്പോയി. അബോർഷൻ ചെയ്തു, അബോർട്ടായി പോയതല്ല, ഇയാളുടെ സമ്മർദ്ദം മൂലം ഇദ്ദേഹം നിർബന്ധിച്ചിട്ട് അബോർട്ടാക്കി കളഞ്ഞു. പക്ഷേ അങ്ങനെ അബോർട്ടാക്കിയിട്ടും വിട്ടില്ല. രണ്ടാമത് ശരിക്കും പെടുത്തി അതിലൊരു കുട്ടിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷത്തിലായിരുന്നു. ഇനി ഒരു കുട്ടിയായല്ലോ, ഒരു കോടീശ്വരൻ്റെ കുട്ടിയായല്ലോ, ഇനിയിപ്പോൾ ലൈഫ് സെറ്റാണ്. പക്ഷെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നില്ല. ഉദ്ദേശിച്ച പോലെ നടക്കാഞ്ഞപ്പോഴാണ് ആ ഒരു ഗർഭത്തിലിരിക്കുന്ന അമ്മയും കുഞ്ഞുമായിട്ടുള്ളൊരു ഫോട്ടോയും ഒക്കെ ഇട്ട് ഒന്ന് ഭീഷണിപ്പെടുത്താൻ നോക്കി ഒരു 3 കോടിക്ക് വേണ്ടി. പക്ഷേ എന്തോ അത് അവിടെയും ചീറ്റിപ്പോയി. ആ ഒരു ഗർഭം അങ്ങ് അലസിപ്പോയി, ആ ഗർഭവും പോയി. അപ്പോൾ അതുകൊണ്ട് ആ 3 CR കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം ഇത്രയും നാറിയ സ്ഥിതിക്ക് ഇനി അയാൾ 3 CR ഒക്കെ കൊടുക്കുമോ?
അറിഞ്ഞൂടാ. എന്തായാലും 3 സിആറിൻ്റെ ഗർഭമൊക്കെ പോയി. അപ്പോൾ തന്നോട് ഇത്രയധികം ദ്രോഹമൊക്കെ ചെയ്ത് തൻ്റെ പ്ലാനെല്ലാം ചീറ്റിച്ച ഫിറോസിനെതിരെ വീണ്ടും ശക്തമായിട്ട് പ്രതികരിച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ സജിന നൂർ. ഫിറോസ് അങ്ങനെ ചെയ്തു, ഫിറോസ് ഇങ്ങനെ ചെയ്തു, ഇതെല്ലാം നമ്മൾ നേരത്തെ കേട്ടതാണ്. ഫിറോസ് ഇട്ട പോലെ ഫിറോസ് തെളിവുകളുമായിട്ടാണ് വന്നത്. വെറുതെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞില്ല. ആ തെളിവുകളുമായിട്ടാണ് ഫിറോസ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ കൊടുത്തതാണ്. അപ്പോൾ ഇത്രയധികം ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ പോയി അങ്ങോട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള ദിയാസന ലഹരി ഉപയോഗിച്ചുവെങ്കിൽ, ആൻമരി അങ്ങനെ ചെയ്തുവെങ്കിൽ നിയമപരമായിട്ട് എന്തുകൊണ്ട് അന്ന് കേസ് കൊടുത്തില്ല? തൻ്റെ വീട്ടിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി, അങ്ങനെ ഒരാളെ ആരെങ്കിലും സുഹൃത്തുക്കളാക്കി വെക്കുമോ? ഒരിക്കലും ഇല്ല. തൻ്റെ അനുവാദത്തോടു കൂടി അല്ലാതെ അങ്ങനെ ഒരു ഉൽപ്പന്നവുമായിട്ട്, അങ്ങനെ ഒരു സാധനവുമായിട്ട് തൻ്റെ വീട്ടിലേക്ക് ആരും വരത്തില്ല. തൻ്റെ അനുമതി ഉണ്ടെങ്കിലേ, താനും അതിന് സപ്പോർട്ടാണെങ്കിൽ മാത്രമേ ഇങ്ങനൊരു സാധനം കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വരുത്തുള്ളൂ. നമുക്കൊക്കെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. നമ്മുടെ അനുവാദം കൂടാതെ ഇങ്ങനെ ഒരു ലഹരി വസ്തുക്കളുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമോ? വരാൻ നമ്മൾ സമ്മതിക്കുമോ? അഥവാ ഇനി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അന്ന് ചെയ്യാത്തത് ഇന്ന് അവരൊക്കെ പലതും പറഞ്ഞു പുറത്ത് വിട്ടതിൻ്റെ പേരിൽ ഫിറോസ് സ്വയം വെളുപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നാടകങ്ങൾ ഇനിയും അരങ്ങേറും. നമ്മൾ അന്നേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി എത്രയധികം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നാറി വെളുക്കൂല, തീർന്നു. കാരണം വെച്ചാൽ എല്ലാം വിത്ത് പ്രൂഫോട് കൂടിയാണ് ഫിറോസ് എല്ലാവരെയും അറിയിച്ചിട്ടുള്ളത്, ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ ഒരു പരസ്പരം ചെളിമാരി എറിയാതെ ഇത് തമ്മിൽ പറഞ്ഞ് തീർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സജിന സ്വയം എന്തിനാണ് ഇങ്ങനെ കോമാളിയാകുന്നത്? ആ ഫിറോസുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഫിറോസും റസൂൽ പൂക്കുട്ടിയും നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് ചർച്ച ചെയ്ത് ഈ ഒരു പ്രശ്നം ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫിറോസ് കുറച്ച് തെളിവുകൾ കൊണ്ടിടുന്നു, അതിനുശേഷം സജിന ഇൻ്റർവ്യൂ കൊടുത്ത് കുറച്ച് തെളിവുകൾ കൊണ്ടിടുന്നു, അത് കഴിഞ്ഞപ്പോൾ റസൂൽ പൂക്കുട്ടി വരുന്നു. ഇത് 3 പേർക്കും നാണക്കേട് കൂട്ടത്തേ ഉള്ളൂ. 3 പേരും ആൾക്കാരുടെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിതയായിട്ട് നിൽക്കത്തേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുത്തും ഇതുപോലെ കുടുംബത്തിലെ കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇട്ട് സ്വയം നാറാതെ, സ്വയം ചെറുതാകാതെ, മക്കളുടെ ഭാവിയെങ്കിലും ഓർത്തിട്ട് ആലോചിച്ച് എല്ലാവരും കൂടെ ഒത്തുതീർന്ന് തീരുമാനിച്ച് പബ്ലിക്കിലേക്ക് ഈ വിഷയം വരാതെ ഒന്ന് കുടുംബത്തിൽ വെച്ച് തീർക്കാൻ നോക്കുക. അത് തന്നെയായിരിക്കും അന്തസ്സ്. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ അന്തസ്സൊന്നുമില്ല. ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ വിഷയം കൊണ്ടിടുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസ് ചെയ്യും, വീണ്ടും നാറത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിലേക്ക് നാറാൻ വേണ്ടി ഇട്ട് കൊടുക്കാതെ കുറച്ചെങ്കിലും പക്വതയോടെ ചിന്തിച്ച് 3 പേരും കൂടെ ഈ സംസാരിച്ച് ഈ ഒരു വിഷയം തീർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ആ മക്കളെ കരുതിയെങ്കിലും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.